എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന മുന്നറിയിപ്പുമായി വിമത വിഭാഗം. ഏകീകൃത കുർബാന വിഷയത്തിൽ നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തു പോകും എന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അടുത്ത മാസം 3-ന് ശേഷവും ജനാഭിമുഖ കുർബാനകൾ തുടരുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ 24-നോട് വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് സിനഡിന്റെ നിർദ്ദേശം. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികരെ പുറത്താക്കുമെന്നും സിറോ മലബാർ സഭ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ കുർബാന വിഷയത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുവിഭാഗങ്ങളും. നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്ര കത്തോലിക്കാ സഭയായി മാറുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 3 കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ തന്നെ വൈദികർ ചൊല്ലുമെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ കത്തോലിക്ക തിരുസഭയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സിനഡിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ. ഞങ്ങൾ മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയുടെ ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം. അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നുമാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. വിശ്വാസികളോടും വൈദികരോടുമുള്ള ധാർമ്മികത സിനഡ് നിർവഹിക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. കുർബാന തർക്കം മറ്റു തലങ്ങളിലേക്ക് കൂടി മാറുകയാണ്. അന്ത്യശാസനയുമായി സിനഡ് മുന്നോട്ടു പോയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG 24 കൊച്ചി.